പറഞ്ഞ ആളുകളോട് പ്രവാചകന്മാർ നൽകിയ മറുപടിയാണ് തുടർന്നുള്ള ആയത്തുകളിൽ കാണുന്നത്. നമുക്ക് ആ ഭാഗം പരിശോധിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قالت رسلهم أفي الله شك فاطر السماوات والأرض يدعوكم ليغفر لكم من ذنوبكم ويؤخركم إلى أجل مسمى قالوا إن أنتم إلا بشر مثلنا تريدون أن تصدونا عما كان يعبد آباؤنا فأتونا بسلطان مبين. قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده وما كان لنا أن نأتيكم بسلطان إلا بإذن الله وعلى الله فليتوكل المؤمنون. وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا
وعلى الله فليتوكل المتوكلون. وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا. فأوحى إليهم ربهم لنهلكن الظالمين ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وخاف وعيد. സത്യനിഷേധികളായ ആളുകൾ, ബഹുദൈവാരാധകർ പ്രവാചകന്മാരോട് അവരുടെ ദഅവത്തിൻ്റെ വിഷയത്തിൽ അവർ സംശയത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ അതിന് പ്രവാചകന്മാർ നൽകിയ മറുപടിയാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പ്രവാചകന്മാർ, റസൂലുകൾ അവരുടെ സമൂഹത്തോട് സംവദിച്ചിരുന്നു, സംവാദത്തിലേർപ്പെട്ടിരുന്നു എന്ന് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ ഉടനീളം കാണാൻ സാധിക്കും. മാത്രമല്ല, ദഅവത്തിൻ്റെ, പ്രബോധനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറയുന്നത് വ്യക്തമായ ബൗദ്ധികമായ ആശയ സംവാദമാണ്. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളതിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. നിൻ്റെ റബ്ബിൻ്റെ മാർഗത്തിലേക്ക് തത്വദീക്ഷയോടുകൂടി, സതുപദേശത്തോടുകൂടി നല്ല രൂപത്തിലുള്ള സംവാദങ്ങൾ, തെളിവുകൾ കൊണ്ട് ഒരാളുടെ ബുദ്ധിയെ തട്ടിയുണർത്തുന്ന, അയാളെ ചിന്തിപ്പിക്കുന്ന സംസാരങ്ങൾ, ഇത് ദഅവത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അത് പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരോട് അവർ ആ രൂപത്തിൽ പറഞ്ഞപ്പോൾ അമ്പിയാക്കൾ അവരോട് സംവദിച്ചത് ഖാലത്ത് ലഹും റുസുലുഹും, അവരിലേക്ക് നിയോഗിക്കപ്പെട്ട അവരുടെ പ്രവാചകന്മാർ അവരോട് പറഞ്ഞു. ഖാലത്ത് ലഹും റുസുലുഹും, അവരുടെ റസൂലുകൾ അവരോട് പറഞ്ഞു, അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയം? നിങ്ങൾ സംശയത്തിലാണെന്ന് പറഞ്ഞല്ലോ. അഫില്ലാഹി ശക്കുൻ, അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ നിങ്ങൾ സംശയിക്കുന്നത്? ഫാത്തിരി സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ. ഫാത്തിർ എന്ന് പറഞ്ഞാൽ അല്ലദീ യഫ്തുറു, സൃഷ്ടിക്കുന്നവൻ. ഫത്തറ യഫ്തുറു ഫത്തറ, സൃഷ്ടിക്കുക. ഫത്തറ യഫ്തുറു ഫത്തറൻ. ഫാത്തിർ സൃഷ്ടാവ്, നിർമ്മാതാവ്. ഫാത്തിരി സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയം? ഇവിടെ രണ്ട് നിലക്കാണ് മുഫസ്സിരീങ്ങൾ ഈ ഭാഗം വിശദീകരിച്ചത്. അതിലൊന്ന്, ദൈവത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ സംശയിക്കും? ഏതൊന്നിനും ഒരു സ്രഷ്ടാവ് അനിവാര്യമാണല്ലോ. ഒരു ചിത്രം കണ്ടാൽ പോലും നിങ്ങൾ ചോദിക്കുന്നു, ഈ ചിത്രം വരച്ചതാരാണ് എന്ന്.
ഏത് നിരീശ്വരവാദിയും ഏത് യുക്തിവാദിയും ഭംഗിയുള്ള ഒരു കെട്ടിടം കണ്ടാൽ, ഭംഗിയുള്ള ഒരു ചിത്രം കണ്ടാൽ ആദ്യം ചോദിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആരാണ്, ഡിസൈനർ ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഈ ചിത്രം വരച്ചത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അതല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഏത് കമ്പനിയുടേതാണ് എന്നാണ് ചോദിക്കുന്നത്. കാരണം ഒരു പ്രൊഡക്റ്റ് ഒരു കമ്പനി ഇറക്കണം, ഒരു ചിത്രം ഒരാൾ വരയ്ക്കണം, ഒരു ബിൽഡിങ് ഒരാൾ ഡിസൈൻ ചെയ്തുണ്ടാക്കണം, എങ്കിലേ അതുണ്ടാവൂ എന്നറിയുന്നു. എന്നിരിക്കെ ഈ ആകാശങ്ങളും ഭൂമിയുമെല്ലാം നിങ്ങൾ കാണുന്നു, അതിനൊരു സ്രഷ്ടാവുണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത്? അതുകൊണ്ട് പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്നതിൽ സംശയിക്കേണ്ടതില്ല. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, നിങ്ങൾ ഒന്നുമില്ലാതെ താനേ ഉണ്ടായി എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അതല്ല, നിങ്ങളാണോ സൃഷ്ടാക്കൾ? ആകാശങ്ങളെയും ഭൂമിയെയും നിങ്ങളാണോ സൃഷ്ടിച്ചത്? അല്ല എന്നുള്ളത് എല്ലാവരും പറയുന്ന ഉത്തരമാണ്. നമുക്കാർക്കും ഇതിൽ യാതൊരു പങ്കുമില്ല. എങ്കിൽ പിന്നെ ഇതിനെ സംവിധാനിച്ച ഒരു സംവിധായകൻ ഉണ്ടാവണമല്ലോ. എന്തുകൊണ്ടാണ് കൃത്യസമയത്ത് സൂര്യൻ ഉദിക്കുന്നത്, കൃത്യസമയത്ത് സൂര്യൻ അസ്തമിക്കുന്നത്? പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളൊക്കെ വളരെ കൃത്യമായി കണിശമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്രഷ്ടാവിനെക്കുറിച്ച് നിങ്ങൾ സംശയിക്കുന്നു എന്നത് തന്നെ ശരിയായ നിലപാടല്ല, അത് ബുദ്ധിക്ക് നിരക്കുന്നതല്ല. യുക്തിവാദം എന്ന് പറഞ്ഞാൽ ദൈവമുണ്ടെന്ന് അംഗീകരിക്കലാണ്, ഇല്ല എന്ന് അംഗീകരിക്കലല്ല എന്ന് പ്രവാചകന്മാർ അവരോട് സംസാരിച്ചു. ഇതാണ് ഇതിൻ്റെ ഒരു തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന് മനുഷ്യ സമൂഹത്തിലെ മഹാഭൂരിപക്ഷവും അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ സ്രഷ്ടാവ് അല്ലാഹുവാണെന്ന് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അല്ലാഹുവിന് പുറമെയുള്ള ആളുകൾക്ക് നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കാം, അവരോട് ഇസ്തിഗാസ നടത്താം എന്നായിരുന്നു ആ ജനത കരുതിയത്. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്ന അല്ലാഹ്. ആകാശഭൂമികളുടെ സ്രഷ്ടാവ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവാണെന്നവർ പറയും. എന്നിരിക്കെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച ഏകനായ റബ്ബിൻ്റെ ഏകത്വത്തിൻ്റെ വിഷയത്തിൽ, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന വിഷയത്തിൽ നിങ്ങൾ എന്തിനാണ് സംശയിക്കുന്നത്? കാരണം അവനാണ് സൃഷ്ടാവ്, മറ്റുള്ളവരെല്ലാം സൃഷ്ടികളാണ്. അതുകൊണ്ട് തന്നെ സ്രഷ്ടാവിനെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ അതിലെന്താണ് ഒരു സംശയത്തിൻ്റെ ആവശ്യം? നേരെ മറിച്ച് ഒരു സൃഷ്ടിയെ ആരാധിക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സംശയിക്കാം. എന്തുകൊണ്ട്? അവനും സൃഷ്ടിയാണ്, ഞാനും സൃഷ്ടിയാണ്. എന്തിനാണ് സൃഷ്ടിയായ ഞാൻ മറ്റൊരു സൃഷ്ടി ആരാധിക്കുന്നത്? ആരാധന സ്രഷ്ടാവിന് മാത്രം. സൃഷ്ടികൾ ആരാധിക്കുമ്പോൾ സ്വാഭാവികമായും സംശയിക്കാം. പക്ഷേ സ്രഷ്ടാവിനെ ആരാധിക്കുന്നതിൽ എന്തിനും സംശയിക്കണം? അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലെ ഒന്നാമത്തെ അമ്ർ, അഥവാ പണ്ഡിതന്മാർ പറഞ്ഞതനുസരിച്ച് 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ മനുഷ്യരെ വിളിച്ചുകൊണ്ട് അള്ളാഹു ഏറ്റവും ആദ്യം പറയുന്ന കാര്യം ഈ തൗഹീദാണ്. യാ അയ്യുഹന്നാസ്, സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്താണ്. ജനങ്ങളെ, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും അവൻ തന്നെയാണ് സൃഷ്ടിച്ചത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നവരായി തീരാൻ വേണ്ടി. അപ്പോൾ ഒന്നാമത്തെ മാനവരാശിയോടുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ കൽപ്പന എന്ന് പറയുന്നത് സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കൂ, സ്രഷ്ടാവിനെ ആരാധിക്കൂ എന്ന കാര്യമാണ്. കാരണം അതിലാരും സംശയിക്കേണ്ടതില്ല. നേരെ മറിച്ച് ഹൈന്ദവരുടെ ദൈവത്തെ ആരാധിക്കാൻ ക്രൈസ്തവർ തയ്യാറായിക്കൊള്ളണമെന്നില്ല. മുസ്ലിമീങ്ങളുടെ അതല്ലെങ്കിൽ അറബികളുടെ ദൈവത്തെ ആരാധിക്കാൻ ഹൈന്ദവരോ ക്രൈസ്തവരോ തയ്യാറാവണമെന്നില്ല. എന്നാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എന്താണ്? ഓരോരുത്തരും അവരവരെ ആരാണോ സൃഷ്ടിച്ചത് ആ ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ ഞാൻ മുസ്ലിമിൻ്റെ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന അപകർഷതാബോധം ഹൈന്ദവന് വരില്ല. ഞാൻ മുസ്ലിമിൻ്റെ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന അപകർഷതാബോധം ക്രൈസ്തവന് വരില്ല. മറിച്ച് നാം എല്ലാവരും ആരാധിക്കുന്നത് നമ്മെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച റബ്ബിനെ ആണെങ്കിൽ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രയാസത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് പറയുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബാരാണോ ആ റബ്ബിനെ നിങ്ങൾ ആരാധിച്ചാൽ മതി. വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവൻ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ധർമ്മനിഷ്ഠ പാലിക്കുന്നവരാകാൻ വേണ്ടി. പിന്നീട് പറയുന്നതും എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ്. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ വസ്സമാഅ ബിനാഅ, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ വിരിപ്പാക്കി തന്നവൻ, ആകാശലോകത്തെ മേൽപ്പുരയാക്കി തന്നവൻ.
മഴ വർഷിപ്പിച്ചവൻ, സസ്യലതാദികളെ മുളപ്പിച്ചു തന്നവൻ, അങ്ങനെയുള്ളവനായ നിങ്ങളുടെ സ്രഷ്ടാവിനെ നിങ്ങൾ ആരാധിക്കൂ. ഏതു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയുന്ന മാനവികതയുടെ ആദർശമാണ് തൗഹീദ്. അതുകൊണ്ടാണ് എല്ലാ അമ്പിയാക്കളും അവരുടെ സമൂഹത്തോട് നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുമ്പോൾ എന്തിനാണതിലൊരു സംശയത്തിൻ്റെ വിഷയം? ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവനാരോ ആ റബ്ബിനെ ആരാധിക്കാനാണ് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു ഗോത്രത്തിൻ്റെ ദൈവമല്ല, ഒരു രാജ്യത്തിൻ്റെ ദൈവമല്ല, ഒരു പ്രദേശത്തിൻ്റെ ദൈവമല്ല. മറിച്ച് ആകാശഭൂമികളുടെ സൃഷ്ടാവ് ആരാണോ ആ റബ്ബിനെ ആരാധിക്കുക. മനുഷ്യർക്കാർക്കും അതിൽ സംശയമുണ്ടാവേണ്ടുന്ന ആവശ്യമില്ല. ഖാലത് റുസുലുഹും അഫില്ലാഹി ശക്കുൻ ഫാത്തിരി സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ സൃഷ്ടാവിൻ്റെ കാര്യത്തിൽ അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന കാര്യത്തിൽ എന്തിനാണ് കൂട്ടരെ സംശയിക്കുന്നത് എന്ന് വളരെ മാന്യമായി പ്രവാചകന്മാർ അവരോട് ചോദിച്ചു. ശേഷം ആ പ്രവാചകന്മാരെല്ലാം പറഞ്ഞു, യദുഊക്കും, അവൻ നിങ്ങളെ വിളിക്കുന്നു. അഥവാ അല്ലാഹു ദഅ യദുഉ ദുആഅൻ, യദുഊക്കും, അവൻ നിങ്ങളെ വിളിക്കുന്നത് ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു തരാനാണ്. ഗഫറ യഗ്ഫിറു ഗഫറൻ വ ഗുഫ്റാന, പൊറുക്കുക, മാപ്പ് നൽകുക. മിൻ ദുനൂബിക്കും, ദംബിൻ്റെ ജംആണ് ദുനൂബ്, നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളെ വിളിക്കുന്നത്. വയുഅഖിറക്കും, അവൻ നിങ്ങൾക്ക് നീട്ടിത്തരികയും ചെയ്യും, അവധി നീട്ടിത്തരും. അഖറ യുഅഖിറു തഅഖീറ, നീട്ടിക്കൊടുക്കുക, അവധി നീട്ടിക്കൊടുക്കുക. ഇലാ അജലിം മുസമ്മ, പേര് നിർണയിക്കപ്പെട്ട അല്ലെങ്കിൽ സമയം നിർണയിക്കപ്പെട്ട ഒരു അജലിലേക്ക്. അജൽ എന്ന് പറഞ്ഞാൽ അവധി, മുസമ്മൻ എന്ന് പറഞ്ഞാൽ നിർണയിക്കപ്പെട്ടത്, പേര് നിശ്ചയിക്കപ്പെട്ടത്. അന്ത്യസമയത്തിന് ഇസ്മുമുണ്ട്, അജലുമുണ്ട്, വക്തുമുണ്ട്. അപ്പോൾ എല്ലാ അമ്പിയാക്കളും 2 ഓഫറുകളാണ് ഈമാനിന് പകരമായി നൽകിയിട്ടുള്ളത്. ശരിക്കും ശ്രദ്ധിക്കുക, തൗഹീദിന് പകരമായി എല്ലാ അമ്പിയാക്കളും അള്ളാഹുവിൽ നിന്ന് 2 ഓഫറുകളാണ് മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. ഈ 2 ഓഫറുകൾ അമൂല്യമായ 2 മാത്രമല്ല, റബ്ബിനല്ലാതെ, സ്രഷ്ടാവിനല്ലാതെ ഇത് നൽകാനും കഴിയില്ല. അതിലൊന്നാമത്തത്, ഇതൊരു വമ്പിച്ച ഓഫറാണ്. മനുഷ്യർ അറിഞ്ഞിരുന്നെങ്കിൽ, മനുഷ്യർ ചിന്തിച്ചിരുന്നെങ്കിൽ, മനുഷ്യർ ആലോചിച്ചിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം വേറെയില്ല. എന്താണത്? മനുഷ്യരുടെ പാപങ്ങളിൽ നിന്ന് സ്രഷ്ടാവായ അള്ളാഹു പുറത്തു കൊടുക്കുക എന്നുള്ളത്. അള്ളാഹു എങ്ങാനും അവൻ്റെ സൃഷ്ടികൾക്ക് പുറത്തു കൊടുക്കുന്നില്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. റഹ്മാനായ റബ്ബ് മനുഷ്യൻ്റെ പാപങ്ങളുടെ പേരിൽ അവനെ പിടികൂടും എന്നത് നിശ്ചയിക്കുകയും മാപ്പില്ല എന്നതായിരുന്നു റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഓഫർ ഇതാണ്. മനുഷ്യർക്ക് ഏറ്റവും ആദ്യം ആവശ്യം മഗ്ഫിറത്താണ്, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനമാണ്. റബ്ബ് പുറത്തു തരണം. അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ ആര് നമുക്ക് മാപ്പാക്കി തരും? മനുഷ്യന് മാപ്പാക്കുന്ന വിഷയത്തിൽ മനുഷ്യന് എന്ത് അധികാരമാണുള്ളത്? ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്നു, വേറൊരാൾ പറയാണ് നിനക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. അതിനർത്ഥമല്ല. നേരെ മറിച്ച് അയാളോട് ചെയ്ത തെറ്റാണെങ്കിൽ അയാൾക്ക് പറയാം ഞാൻ വിട്ടു തന്നു, ഓക്കെ. എന്നാൽ ഒരാൾ വ്യഭിചരിച്ചു, വേറൊരാൾ പറയാണ് ഞാൻ നിനക്ക് മാപ്പാക്കി തന്നു, വല്ല കാര്യമുണ്ടോ? ഒരാൾ മോഷ്ടിച്ചു, മറ്റൊരാൾ പറയാണ് ഞാൻ പുറത്തു തന്നിരിക്കുന്നു, വല്ല കാര്യമുണ്ടോ? റഹ്മാനായ റബ്ബ് പൊറുക്കണം. അതുകൊണ്ടാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൗബയുടെ വാചകത്തിൽ ആദ്യം പറഞ്ഞത് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നെന്താണ്? വഇല്ലാ തഗ്ഫിർ ലീ വതർഹംനി അകും മിനൽ ഖാസിരീൻ. നീ എനിക്ക് പുറത്തു തരുന്നില്ലെങ്കിൽ, നീ എന്നോട് കരുണ കാണിക്കുന്നില്ലെങ്കിൽ ഞാൻ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് പ്രാർത്ഥിക്കാൻ അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഈ വേർഡ്സ് അള്ളാഹുവാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ പ്രാർത്ഥിക്കണം: അള്ളാഹുവേ നീ പൊറുക്കുന്നില്ലെങ്കിൽ, അള്ളാഹുവേ നീ കരുണ കാണിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അതുകൊണ്ട് മഗ്ഫിറത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യർ ധാരാളമായി തെറ്റുകൾ ചെയ്യുന്നു. എൻ്റെ പാപങ്ങൾ പൊറുക്കുന്ന ഒരു റബ്ബുണ്ട് എന്ന് വിശ്വസിക്കാത്ത മനുഷ്യൻ അങ്ങേയറ്റത്തെ അസ്വസ്ഥതയിലാണ് ശരിക്കും സത്യത്തിലുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ
താൻ ചെയ്തു പോയ പാപങ്ങളുടെ പേരിൽ അള്ളാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന ആശ്വാസം വമ്പിച്ചതാണ്, വമ്പിച്ച സമാധാനമാണത്. ഒരാൾ തൗബ ചെയ്യുമ്പോൾ അയാൾക്കുണ്ടാവുന്ന സമാധാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു നിരീശ്വരവാദി തെറ്റുകളെമ്പാടും ചെയ്ത ഒരാൾ, അയാൾക്ക് എങ്ങനെ ആശ്വാസം കണ്ടെത്താൻ കഴിയും? കാരണം മനുഷ്യൻ്റെ മനസ്സാക്ഷി ഏതൊരു തെറ്റിനെയും തെറ്റായി അംഗീകരിക്കുന്നു. ആ നിലക്കാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ തെറ്റ് ചെയ്തതിന് ശേഷം ഇത് പൊറുക്കുന്നൊരു റബ്ബുണ്ടെന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താണ്? അങ്ങേയറ്റത്തെ നിരാശയിലും മാനസികമായ സമ്മർദ്ദത്തിലും അസ്വസ്ഥതയിലുമാണ് യഥാർത്ഥത്തിൽ ദൈവനിഷേധികളായ ആളുകളുള്ളത്. അതവർ തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് നൽകാൻ പറ്റുന്ന ഓഫറുകളിൽ, അള്ളാഹുവിൽ നിന്ന് ലഭിച്ച ഓഫറുകളിൽ ഏറ്റവും ഗൗരവമേറിയ പ്രാധാന്യമുള്ള അമൂല്യമായ ഓഫർ എന്ന് പറയുന്നത് മഗ്ഫിറത്താണ്. അതുകൊണ്ടാണ് ഖുർആനിൽ കാണാം, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. നിങ്ങൾ മത്സരിക്കണം. എന്തിന്? മഗ്ഫിറത്ത് കിട്ടാൻ വേണ്ടി മത്സരിക്കണം എന്നാണ്. മഗ്ഫിറത്ത് പിന്നെയാണ് ജന്നത്തിന്, സ്വർഗം എന്ന് പറയുന്നത്. സ്വർഗത്തേക്കാൾ തഖ്ദീം ചെയ്തത് എന്തിനെയാണ്? മഗ്ഫിറത്തിനെയാണ്. സാബിഖു ഇലാ മഗ്ഫിറത്തിൻ, മുസാബഖ, മത്സരം. മുസാബഖ എന്ന് പറഞ്ഞാൽ മത്സരമാണ്. ഞാൻ മുമ്പേ. എന്തിന്? പുറത്ത് കിട്ടാൻ വേണ്ടി, ചെറുതും വലുതുമായ പാവങ്ങൾ പൊറുക്കപ്പെടാൻ വേണ്ടി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, മരണാനന്തര ജീവിതത്തിൽ എനിക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് നബിയെ നിങ്ങൾ പറഞ്ഞു തരണം. എനിക്ക് സ്വർഗത്തിൽ പോവാൻ, എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കെന്തെങ്കിലും പറഞ്ഞു തരണമെന്ന് പറഞ്ഞുകൊണ്ട് അറാബിയായ ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ പറയണം. ഈ ദിക്ർ നമ്മളും പഠിച്ചു വെക്കുക. എന്താണ് പറയേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല, അവൻ ഏകനാണ്, അവന് പങ്കുകാരില്ല. അല്ലാഹു അക്ബറു കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസുൽ ഹകീം. ഈ ദിക്ർ പഠിപ്പിച്ചെടുത്തു. എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്. അല്ലാഹു അക്ബറു കബീറാ, അല്ലാഹു ഏറ്റവും വലിയവനാകുന്നു. വൽഹംദുലില്ലാഹി കസീറാ, അല്ലാഹുവിന് ധാരാളമായി സ്തുതികൾ. വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു പരിശുദ്ധനാകുന്നു. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം, പ്രതാപിയും മഗാധജ്ഞനുമായ അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും മുക്തിയുമില്ല എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ ചോദ്യകർത്താവ് ചോദിച്ചത് എന്താണ്? എനിക്ക് പരലോകത്ത് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, അത് ഏറ്റവും വലിയ ഉപകാരപ്പെടുന്ന കാര്യമാണ്. എങ്കിലും അദ്ദേഹം ആറാബി ആയതുകൊണ്ട് അദ്ദേഹം നബിയോട് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇതൊക്കെ അള്ളാഹുവിനുള്ളതല്ലേ, എനിക്കുള്ളത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അള്ളാഹുവിൻ്റെ പ്രശംസയാണ്. അല്ലാഹു അക്ബറു കബീറാ വൽഹംദുലില്ലാഹി കസീറാ വസുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസുൽ ഹകീം. ഇതൊക്കെ റബ്ബിനുള്ള സ്തുതികീർത്തനങ്ങളല്ലേ, എനിക്കെന്താണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ, പറയുക, അല്ലാഹുമ്മ ഗ്ഫിർലീ. ഒന്നാമത്തെ കാര്യം, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ. വർഹംനീ, എന്നോട് കരുണ കാണിക്കണേ. വഹ്ദിനീ, എന്നെ നേരായ മാർഗത്തിലാക്കണേ. വആഫിനീ, എനിക്ക് സൗഖ്യം നൽകണേ. മറ്റൊരു റിവായത്തിൽ വർസുഖ്നീ, എനിക്ക് ഉപജീവനം നൽകണേ. ഇങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്കെന്താണുള്ളത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു കൊടുത്തത് അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പറയാം. അതാണ് നിനക്ക് പരലോകത്ത് ഏറ്റവും ഉപകാരപ്പെടുന്നത് എന്നാണ്. അള്ളാഹു നമ്മെ വിളിക്കുന്നത് മഗ്ഫിറത്തിലേക്കാണ്. പരിശുദ്ധ ഖുർആനിൽ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, നിങ്ങൾ പരിശോധിക്കുക. ഖുർആൻ്റെ തഫ്സീർ വായിക്കുമ്പോൾ ധാരാളം സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു ഓഫറായി പറയുന്നത് മഗ്ഫിറത്താണ്. മഗ്ഫിറത്താണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. എല്ലാ അമ്പിയാക്കളും സമൂഹത്തോട് പറഞ്ഞെന്താണ്? ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ പടച്ചോനോട് മാപ്പിനെ തേടൂ.
മാപ്പാക്കപ്പെടുക. നമ്മൾ അന്ന് വരെ ചെയ്ത അല്ലെങ്കിൽ ഇന്ന് വരെ ചെയ്ത പാപങ്ങളൊക്കെ അള്ളാഹു മാപ്പാക്കുക എന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. സകല യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും ബഹുദൈവാരാധകരോടും സകല മനുഷ്യരോടും നമുക്ക് പറയാനുള്ളത് ഇതൊരു വലിയ ഓഫറാണ്. ഇത് നഷ്ടപ്പെടുത്തരുത്. ഇത് നഷ്ടപ്പെടുത്തിയാൽ വലിയ നഷ്ടമാണ്. അതുകൊണ്ട് ഖേദിച്ച് മടങ്ങൂ, അള്ളാഹുവിലേക്ക് മടങ്ങൂ, ഇസ്തിഗ്ഫാറിലേക്ക് നിങ്ങൾ വരൂ എന്ന് ലോക ജനതയോട് നമ്മൾ പറയുക. ഇതത്രയും ഗംഭീരമായ ഒരു ഓഫറാണ്. യദ്ഊക്കും, നോക്കൂ, ഏറ്റവും വലിയ ദഅവത്ത് പ്രവാചകൻ അല്ലെങ്കിൽ പ്രവാചകന്മാർ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞിട്ട് പിന്നീട് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് എന്താണ്? ഇതാണ്. യദ്ഊക്കും, അള്ളാഹു നിങ്ങളെ വിളിക്കുന്നത് ലിയഗ്ഫിറ ലക്കും മിൻ ദുനൂബിക്കും, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടിയാണ്, പുറത്തു തരാൻ വേണ്ടിയാണ്. 1. 2 വയുഅഖിറക്കും ഇലാ അജലിൻ മുസമ്മാ, ഇതും അള്ളാഹുവിന് മാത്രം ചെയ്തു തരാൻ പറ്റുന്ന കാര്യമാണ്. ഒരു നിശ്ചിത അവധി നിങ്ങൾക്ക് അള്ളാഹു ആയുസ് നീട്ടിത്തരാം. മനുഷ്യരുടെ പാപങ്ങളുടെ പേരിൽ അള്ളാഹു എങ്ങാനും മനുഷ്യനെ പിടികൂടുകയാണെങ്കിൽ ഖുർആനിൽ കാണാം, ഭൂമുഖത്ത് ഒരു ജീവിയെയും അള്ളാഹു അവശേഷിപ്പിക്കുകയില്ല. മനുഷ്യരുടെ പാപങ്ങളുടെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ അപ്പോൾ തന്നെ പിടികൂടുകയാണെങ്കിൽ, പക്ഷേ അള്ളാഹു എന്ത് ചെയ്യാണ്? നീട്ടിത്തരാണ്, അവധി നീട്ടിത്തരാണ്. കുറച്ചു കാലം കൂടി നിങ്ങൾ ജീവിക്ക്, കാര്യങ്ങളൊക്കെ ചിന്തിക്ക്, പഠിക്ക്, മനസ്സിലാക്ക്, തൗബ ചെയ്യ്, അതിനുള്ള സമയം തരാം. നേരെ മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്ക് ചെയ്യുന്നവനെ അപ്പം തന്നെ പിടിച്ചാൽ എന്താ അവസ്ഥ? നിരീശ്വരവാദം പറയുന്നവനെ അപ്പോൾ തന്നെ പിടിച്ചാൽ എന്താണ് അവസ്ഥ? തിന്മകൾ ചെയ്യുന്ന ആളുകളെ അപ്പോൾ തന്നെ അള്ളാഹു പിടികൂടിയാൽ എന്താണ് അവസ്ഥ? റഹ്മാനായ റബ്ബ് അത് ചെയ്തില്ല, അവൻ അതിന് കഴിയുന്നവനായിട്ടും. യുഹ്യീ വ യുമീത്ത്, ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും അള്ളാഹുവാണ്. എന്നിട്ടും ആ റബ്ബ് അവൻ്റെ കാരുണ്യം കൊണ്ട് ഒരു നിർണിത അവധി വരെ നിങ്ങൾക്ക് അവസരം തരാമെന്നാണ്. അതുകൊണ്ടാണ് രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രി, സ്തുതികൾ അഖിലവും ലോകങ്ങളുടെ റബ്ബായ അള്ളാഹുവിനാണ്. അവൻ എൻ്റെ ജസദിന് ആഫിയത്ത് നൽകി, എൻ്റെ റൂഹിനെ തിരിച്ച് നൽകി. തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ആർക്ക് പിടിച്ചു തരാൻ പറ്റും? നമ്മുടെ റൂഹിനെ റബ്ബ് വിട്ടു തന്നിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹു വിട്ടുതരികയാണ്. ആ ദിവസവും കൂടി റബ്ബിനെ ഓർക്കാൻ, അതിനലീ ബിദിക്രി, അള്ളാഹുവിനെ ഓർക്കാൻ ഈ ഒരു ദിവസം കൂടി അനുവദിച്ചു തന്നിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ എഴുന്നേൽക്കുന്നത് ഒരു വമ്പിച്ച പെർമിഷനാണ്. ശരിക്കും ശ്രദ്ധിക്കണം, വല്ലാത്തൊരു അനുവാദമാണ്. അള്ളാഹുവിൻ്റെ അനുവാദം കൊണ്ടാണ് ഈ എഴുന്നേൽക്കുന്നത്, അള്ളാഹുവിൻ്റെ അനുവാദം കൊണ്ടാണ് ഈ എഴുന്നേറ്റ് വരുന്നത് നമ്മൾ. അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തിനും മൂല്യമുണ്ട്. വയുഅഖിറക്കും ഇലാ അജലിൻ മുസമ്മ, ഇത് രണ്ടും റബ്ബിന് മാത്രം തരാൻ കഴിയുന്നതാണ്. മാനവ സമൂഹത്തിനുള്ള ഓഫറാണ്. ഇതിലേക്കാണ് എല്ലാ അമ്പിയാക്കളും വിളിക്കുന്നത്. ഈ ദഅവത്ത് നാമും സമൂഹത്തിന് എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെ പറഞ്ഞപ്പോഴും ആ ജനതയുടെ മറുപടി എന്താണ്? ഖാലൂ ഇൻ അൻതും ഇല്ലാ ബശറും മിസ്ലുന. അവരുടെ യുക്തി കറക്റ്റ് പോയിൻ്റാണ്. അവർ പറഞ്ഞതിൽ മാത്രം ഒതുങ്ങുന്നതാണെങ്കിൽ അതാണ് പോയിന്റ്. ഖാലു, അവർ പറഞ്ഞു, ഇൻ അൻതും, നിങ്ങൾ അല്ലാതെയല്ല, ഇല്ലാ ബശറുൻ മിസ്ലുന, ഞങ്ങളെപ്പോലെ തന്നെയുള്ള ബശറുകൾ, ബശർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ഇല്ലാ ബശറുൻ മിസ്ലുന, ഞങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് നിങ്ങളും. ഇത് സത്യത്തിൽ യുക്തിയാണ്. ഇതാണ് യുക്തി. കാരണം ഒരു മനുഷ്യൻ എന്തിനാണ് മറ്റൊരു മനുഷ്യൻ പറയുന്നത് അംഗീകരിക്കുന്നത്? നമുക്ക് കാണാം, ഇസ്ലാമിനെ വിമർശിച്ച് വരുന്ന യുക്തിവാദികൾ, നിരീശ്വരവാദികൾ, ഒരേ ഒരു ചോദ്യമേ അവരോട് ചോദിക്കാനുള്ളൂ. അവരുടെ ദഅവത്തിൻ്റെ ബേസ് എന്താണ് അടിസ്ഥാനം? അവർ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കേണ്ട എന്ത് ബാധ്യതയാണ് മനുഷ്യനുള്ളത്? എല്ലാവരും മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഒരേ ഘടനയിൽ വളരുകയും ഒരേ പ്രൊസീജിയറിലൂടെ ഭൂമിയിൽ വരികയും ചെയ്തവരാണ്. അവർക്ക് ബുദ്ധിയുണ്ടെങ്കിൽ അല്ലാത്തവർക്കും ബുദ്ധിയുണ്ട്. മതനിഷേധി അവന് ബുദ്ധിയുണ്ടെങ്കിൽ മതവിശ്വാസിക്ക് ബുദ്ധിയുണ്ട്. അവർക്ക് 2 കണ്ണുണ്ടെങ്കിൽ മതവിശ്വാസിക്കും 2 കണ്ണുണ്ട്. എന്നിരിക്കെ അവർ പറയുന്നത് ലോകം എന്തിനു കേൾക്കണം? ഒരു മനുഷ്യൻ പറയുന്നത് മറ്റൊരു മനുഷ്യൻ എന്തിനു അംഗീകരിക്കണം? യാതൊരു ആവശ്യവുമില്ല. അതാണ് യുക്തി. പ്രവാചകന്മാരുടെ സമൂഹം പറഞ്ഞത് യുക്തിയാണ്. അതവിടെ തന്നെയാണ് ഉള്ളതെങ്കിൽ അവരെന്താ പറഞ്ഞത്? ഇൻ അൻതുമില്ലാ ബശറും മിസ്ലുന, നിങ്ങളും ഞങ്ങളെപ്പോലുള്ള മനുഷ്യന്മാരാണ്, പിന്നെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ എന്തിനു കേൾക്കണം?
ഞങ്ങളെന്തിന് ഇത്രയും കാലം ഞങ്ങൾ ആരാധിച്ചു വന്നിരുന്ന വിഗ്രഹങ്ങളെ ഞങ്ങൾ കൈയൊഴിയണം? എന്തിന് ഞങ്ങൾ ബഹുദൈവാരാധന വെടിയണം? ശരിയാണ്, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ പിൻപറ്റേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവില്ലായിരുന്നെങ്കിൽ ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ അംഗീകരിക്കേണ്ടുന്ന യാതൊരു ആവശ്യവുമില്ല. കാരണം അതിൽ ലോജിക്കില്ല, അതിൽ യുക്തിയില്ല, അതിൽ ബുദ്ധിയില്ല. മറിച്ച് അത് ലോജിക്കായി തീരുന്നത് പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ടെന്ന് അംഗീകരിക്കുമ്പോൾ മാത്രമാണ്. അപ്പോഴേ അനുസരണത്തിന് എന്തെങ്കിലും ഒരു പ്രസക്തി തന്നെയുള്ളൂ എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് അവർ പറഞ്ഞു തുരീദൂൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അറാദ യുരീദു ഇറാദ ഉദ്ദേശിക്കുക, തുരീദൂന ഔ തസുദ്ദൂന സദ്ദ യസുദ്ദു സദ്ദൻ, നിങ്ങൾ ഞങ്ങളെ തടയാൻ ആഗ്രഹിക്കുകയാണ്. തുരീദൂന അൻ തസുദ്ദൂന, നിങ്ങൾ ഞങ്ങളെ തടയാൻ ഉദ്ദേശിക്കുന്നു. അമ്മാ കാന യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ആരാധിച്ചിരുന്നതിൽ നിന്ന് നിങ്ങൾക്കെന്തോ ചില താല്പര്യങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് ഞങ്ങളെ ബ്ലോക്ക് ചെയ്യാണ്. അതല്ലാതെ ന്യായമായ കാരണം എന്താണ്? നിങ്ങളും ഞങ്ങളും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്നിരിക്കെ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഇത്രയും കാലം ചെയ്തു വന്ന ഒന്ന് പാടില്ല എന്ന് പറയാൻ നിങ്ങളുടെ അടുക്കലുള്ള ലോജിക്ക് എന്താണ്? നിങ്ങളുടെ അടുക്കലുള്ള സുൽത്താൻ എന്താണ്? അതിൻ്റെ എവിഡൻസ് എന്താണ്? അതിൻ്റെ പ്രമാണം എന്താണ്? മനുഷ്യരായ ഞങ്ങൾ മനുഷ്യരായ നിങ്ങളെ എന്തിനംഗീകരിക്കണം? അത് അപാരമായ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻ അൻതുമില്ല ബശറും മിസ്ലൂന തുരീദൂന അൻ തസുദ്ദൂന അമ്മാ കാന യഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചിരുന്നതിൽ നിന്ന് ഞങ്ങളെ തെറ്റിക്കാനുള്ള എന്തോ ഒരു ഉദ്ദേശം നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്കതിലെന്തോ ഒരു സ്വാർത്ഥ താല്പര്യമുണ്ട്, അതല്ലാതെ വേറൊന്നുമല്ല. അതുകൊണ്ട് അവർ പറഞ്ഞു ഫഅ്തൂന അതായതി അതാബി, കൊണ്ടുവരിക, ഫഅ്തൂന ബി സുൽത്താനിൻ മുബീൻ, വ്യക്തമായ തെളിവ് കൊണ്ടുവരൂ. നിങ്ങളെ ഞങ്ങൾ പിൻപറ്റണമെങ്കിൽ നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും ഒരു ഹുജ്ജത്ത് വേണം, ഒരു തെളിവ് വേണം, ഒരു പ്രമാണം വേണം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞങ്ങളും നിങ്ങളും തമ്മിൽ വേർതിരിയുന്നൊരു കാര്യം അവിടെ വരുന്നുണ്ട്, ഇല്ലെങ്കിലൊന്നും വരുന്നില്ല എന്ന് അവർ പറയുകയുണ്ടായി. ഫഅ്തൂന ബിസുൽത്താനിൻ മുബീൻ, വ്യക്തമായ തെളിവുമായി ഞങ്ങളുടെ അടുക്കൽ വരിക. സ്വാഭാവികമായും സംവാദമാണ്, മാന്യമായ ആശയ സംവാദമാണ്. അമ്പിയാക്കൾ അതിന് റദ്ദ് പറഞ്ഞു, അതിന് മറുപടി പറഞ്ഞു. എന്താ മറുപടി? ഖാലത് ലഹും റുസുലുഹും, അവരുടെ പ്രവാചകന്മാർ അവരുടെ ന്യായവാദത്തിന് അവർക്ക് മറുപടി പറഞ്ഞു. എന്താണ് മറുപടി? ഇന്നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും, നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, ഞങ്ങൾ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാർ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മലക്കുകളല്ല, ദൈവത്തിൻ്റെ അംശങ്ങളുള്ളവരുമല്ല, മറിച്ച് മനുഷ്യരാണ്. നിങ്ങളെങ്ങനെയാണോ ജനിച്ചത് അതേപോലെയാണ് ഞങ്ങളും ജനിച്ചത്. നിങ്ങളെന്താണോ ഭക്ഷണം കഴിക്കുന്നത് അതേ ഭക്ഷണമാണ് ഞങ്ങളും കഴിക്കുന്നത്. നിങ്ങൾ കുടിക്കുന്നതാണ് ഞങ്ങളും കുടിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും കല്യാണം കഴിച്ചിട്ടുണ്ട്, മക്കളുണ്ട്. ഞങ്ങൾ മനുഷ്യരല്ലാത്ത മറ്റൊരു സൃഷ്ടിയല്ല. നിങ്ങൾ ഈ പറഞ്ഞത് ശരിയാണ്. ഇന്നഹ്നു ഇല്ലാ ബശറും മിസ്ലുക്കും, അവിടെ നമ്മൾ ഒരേതാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അംഗീകരിക്കാൻ നിർബന്ധിതരായിത്തീരുന്ന ഒരു അധികരിച്ച വിഷയം ഞങ്ങളുടെ കാര്യത്തിലുണ്ട്. അതെന്താണ്? അവിടെയാണ് പ്രവാചകന്മാർ വേർതിരിയുന്നത്, അവിടെയാണ് വേദഗ്രന്ഥങ്ങൾ വേർതിരിയുന്നത്, അവിടെയാണ് അനുസരണത്തിന് പ്രസക്തി ഉണ്ടായിത്തീരുന്നത്, അവിടെയാണ് മറ്റൊരാൾ പറയുന്നതനുസരിച്ച് ഒരാൾ ജീവിക്കണം എന്നത് യുക്തിഭദ്രമായി തീരുന്നത്. ഇല്ല എങ്കിൽ അതിന് യാതൊരു യുക്തിയുമില്ല. അതാണ് ഇവിടെ പറയുന്നത്. വലാകിന്നല്ലാഹ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദി, മന്ന യമുന്നു മന്നൻ എന്ന് പറഞ്ഞാൽ ഔദാര്യം ചെയ്യുക, അനുഗ്രഹം ചൊരിയുക. യമുന്നു, അള്ളാഹു ഔദാര്യം ചെയ്യുന്നു, അലാ മൻ യശാഉ, അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ, മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ നിന്ന്. എന്താണ് ഉദ്ദേശം? റിസാലത്താണ്, വഹിയാണ്. വഹി ലഭിക്കുന്ന ഒരാൾ വഹി ലഭിക്കാത്ത ഒരാളെ പോലെയല്ല. ഇതാണ് വ്യത്യാസം. ഈ വ്യത്യാസമാണ് ഈ മതത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഈ വ്യത്യാസമാണ് വിശ്വാസത്തിൻ്റെ യുക്തിഭദ്രത എന്ന് പറയുന്നത്. അതിനെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം, പക്ഷേ അത് മനുഷ്യരുടെ ബുദ്ധിയെ തോൽപ്പിച്ച് കളയുന്ന രൂപത്തിലുള്ള എവിഡൻസുമായിട്ടാണ് അപ്പോൾ പ്രവാചകന്മാർ കടന്നു വരുന്നത്. പിന്നെ പരിശോധിക്കേണ്ടത് അതേ ഉള്ളൂ. ഈ വ്യക്തി സാധാരണ മനുഷ്യനിൽ നിന്ന് മാറി പ്രവാചകത്വമുള്ള റിസാലത്തുള്ള റസൂലാണ്, നബിയാണ് എന്നതിന് വല്ല എവിഡൻസും ഉണ്ടോ? ആ എവിഡൻസ് എല്ലാ നബിമാരും കൊണ്ടുവന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്നിട്ടുണ്ട്.
വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ. ആ ദൃഷ്ടാന്തങ്ങളിലൂടെ നബിയാണെന്ന് സ്ഥിരപ്പെട്ടാൽ പിന്നെ ആ നബിയെ നിരുപാധികം അനുസരിക്കുക എന്നതാണ് യുക്തി. ആ നബിയെ ചോദ്യം ചെയ്ത് ചിലതിൽ അനുസരണക്കേട് കാണിക്കുക എന്നത് അയുക്തിയാണ്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാർ വളരെ കൃത്യമായ മറുപടിയാണ്. ഞങ്ങൾ മനുഷ്യരാണ്, പക്ഷേ ഒരു വിഷയമുണ്ട്. എന്താണത്? വലാകിന്നല്ലാഹ യമുന്നു അലാ മൻ യശാഉ മിൻ ഇബാദിഹി. അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്ന ചില ആളുകളോട് ഔദാര്യം കാണിക്കുകയും അവരെ പ്രവാചകന്മാരായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. സൂറത്തുൽ കഹ്ഫിലെ ആയത്ത്, അവസാനത്തെ ആയത്ത് എന്താണ്? ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും. ഞാൻ നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യനാണ്, എന്നാൽ സാധാരണ എല്ലാ നിലക്കും നിങ്ങളെപ്പോലെയാണോ? അല്ല, ഞാനും നിങ്ങളും തമ്മിൽ വേർതിരിയുന്നൊരു ഘടകം വരുന്നുണ്ട്. എന്താണത്? യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദുൻ. നിങ്ങളുടെ ആരാധ്യൻ ഏക ആരാധ്യനാണെന്ന് യൂഹാ ഇലയ്യ, എനിക്ക് വഹി കിട്ടുന്നുണ്ട്, അഥവാ പ്രവാചകന് കിട്ടുന്നുണ്ട്. അതെല്ലാവർക്കും ഇല്ല, അത് എല്ലാവർക്കുമില്ല. അതാണ് ആ വ്യത്യാസം. അമ്പിയാക്കൾക്ക് വഹി ലഭിക്കുന്നു, മുർസലീങ്ങൾക്ക് വഹി ലഭിക്കുന്നു. ഈ വഹി മറ്റുള്ളവരിൽ നിന്ന് ആ വ്യക്തികളെ വേർതിരിക്കുന്നു. അതോടുകൂടി പിന്നെ അവരെ അനുസരിക്കുക എന്നത് മനുഷ്യരുടെ മേൽ നിർബന്ധമായി തീരുന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാഅ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ ഒരു റസൂലിനെയും അയക്കുന്നില്ല. അതോടുകൂടി റസൂലിനെ അയക്കുക എന്നുള്ളത് മനുഷ്യരുടെ മേൽ നിർബന്ധമായി തീർന്നു. വീണ്ടും ആ പ്രവാചകന്മാർ പറഞ്ഞു, മാന്യമായ സംവാദമാണ്. വമാ കാന ലന, ഞങ്ങൾക്ക് പാടില്ല, അല്ലെങ്കിൽ കഴിയില്ല, ഞങ്ങൾക്ക് സാധ്യമല്ല, അൻ നഅ്തിയകും ബിസുൽത്താനിൻ, ഒരു സുൽത്താൻ, ഒരു പ്രമാണം നിങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം വക കൊണ്ടുവന്ന് തരാൻ ഞങ്ങൾക്ക് കഴിയില്ല, ഇല്ലാ ബിഇദ്നില്ലാഹ്, അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരമല്ലാതെ. അള്ളാഹുവാണ് പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നത്, അവർക്ക് സുൽത്താനുകൾ നൽകുന്നത്, ആയാത്തുകൾ നൽകുന്നത്, മുഅ്ജിസാത്തുകൾ നൽകുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് റബ്ബിൻ്റെ അനുമതിയില്ലാതെ, പടച്ച റബ്ബിൻ്റെ അംഗീകാരമില്ലാതെ ഞങ്ങൾക്ക് സ്വന്തം നിലക്ക് ഒരു ദൃഷ്ടാന്തം കൊണ്ടുവരാൻ, ഒരു മുഅ്ജിസത്ത് കൊണ്ടുവരാൻ സാധ്യമല്ലെന്ന് അവരോട് പറയൂ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഅലല്ലാഹ്, അള്ളാഹുവിൻ്റെ മേലാകട്ടെ, ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, ആയതിനാൽ, അതാണ് വഅലല്ലാഹി ഫൽ, അവിടെ ഫാ ഉപയോഗിച്ചത്, ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, ഈമാനുള്ള വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. എന്താ അങ്ങനെ പറയാൻ കാരണം? പ്രവാചകത്വത്തിനെതിരെ, തൗഹീദിനെതിരെ, ഇസ്ലാമിനെതിരെ, മുസ്ലിമീങ്ങൾക്കെതിരെ വ്യത്യസ്തങ്ങളായ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്ത് വരും. മാന്യമായി അവരോട് സംവദിക്കുക, എന്നാൽ അതിർവരമ്പുകൾ ലംഘിക്കാൻ പാടില്ല. അതിർവരമ്പുകൾ ലംഘിക്കാൻ പാടില്ല. മാന്യമായ സംവാദം, മാന്യമായ സംസാരം. പ്രബോധനമെന്ന് പറയുന്നത് ഇബാദത്താണ്. ഇബാദത്ത് തെറി വിളിക്കലല്ല, തെറിവിളി ഇബാദത്തല്ല. അസഭ്യം പറയൽ ഇബാദത്തല്ല. തോന്നിവാസം പറയൽ ഇബാദത്തല്ല. വൃത്തികേടുകൾ പറയൽ ഇബാദത്തല്ല. ദഅവത്ത് ഏറ്റവും മഹനീയമായ ഇബാദത്താണ്. അത് ഏറ്റവും നല്ല ഖൗലാണ്. അതാണ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്നതിനേക്കാൾ ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട്? ഏറ്റവും നല്ല വാക്കാണ് ദഅവത്തിൽ ഉപയോഗിക്കേണ്ടത്. ഫിർഔൻ കൊടുങ്ക്രൂരനാണ്, പക്ഷേ ഫിർഔനോട് പോലും സംസാരിക്കേണ്ടത് എങ്ങനെയാണ്? ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, സൗമ്യമായ വാക്ക് സംസാരിക്കണം, സോഫ്റ്റായി സംസാരിക്കണം. പരുഷമായ വാക്കുകൾ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞെന്താണ്? ആയിഷ മഹ്ലൻ യാ ആയിഷ, ആയിഷ നീ ഒരിക്കലും അതിരുവിടരുത്, തിരക്ക് കൂട്ടരുത്. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ, അള്ളാഹു സൗമ്യനാണ്, അള്ളാഹു സൗമ്യതയാണ് ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് സൗമ്യമായിട്ടേ സംസാരിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ആളുകൾ പല നിലക്കും വിമർശനം പറയും. നമ്മൾ എന്താ ചെയ്യേണ്ടത്? മാന്യമായി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ, ഈമാനുള്ളവർ അള്ളാഹുവിൽ തവക്കലാക്കുക, അള്ളാഹുവിൽ തവക്കലാക്കുക. സംവാദം നടത്തുമ്പോൾ പോക്കിരിത്തരം പറയുന്ന, അക്രമം പറയുന്ന ആളുകൾ ഉണ്ടാകുമെന്നും ആ ഫീൽഡ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമൂ മിൻഹും വഖൂലു ആമന്നാ ബില്ലദീ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും വ ഇലാഹുനാ വ ഇലാഹുക്കും വാഹിദുൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ.
നിങ്ങൾ വേദക്കാരോട് ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ സംവാദം നടത്തരുത്. അള്ളാഹു പറയാണ്, വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമൂ മിൻഹും. ഏറ്റവും നല്ല രൂപത്തിലല്ലാതെ സംവാദം നടത്തരുത്. എന്നാൽ നല്ല രൂപത്തിൽ സംവദിക്കാൻ തയ്യാറുള്ള ആശയ സംവാദം മാത്രം ഉദ്ദേശിക്കുന്നവരോടെ അതിന് നിങ്ങൾ നിന്നു കൊടുക്കേണ്ടതുള്ളൂ. ഇല്ലല്ലദീന ളലമൂ മിൻഹും. എന്നാൽ അവരിൽ ചില അക്രമികളുണ്ട്. അവർ ആശയ സംവാദമല്ല, മറിച്ച് അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നബിയെ ചീത്ത പറയുക, ഖുർആനിനെ ചീത്ത പറയുക, മുസ്ലിമീങ്ങൾ അസഭ്യം പറയുക, ഇസ്ലാമിനെ ചീത്ത പറയുക, ഇങ്ങനെ കുറേ ചീത്തവിളിയല്ലാതെ ആദർശ സംവാദം അവർ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയുള്ളവരോട് പിന്നെ നിങ്ങൾ എന്ത് പറഞ്ഞൊഴിയണം? വഖൂലൂ ആമന്നാ ബില്ലദീ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും വ ഇലാഹുനാ വ ഇലാഹുക്കും വാഹിദുൻ വ നഹ്നു ലഹു മുസ്ലിമൂൻ. നിങ്ങൾക്കും ഞങ്ങൾക്കും അവതരിപ്പിക്കപ്പെട്ട വേദങ്ങളിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും ദൈവം അല്ലാഹുവാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്. ഖലാസ്, സംവാദം അവസാനിച്ചു, നിങ്ങൾ പോവുക. അവിടെ പിന്നെ അതുപോലുള്ള ആളുകളോട് കൂടുതൽ സംസാരിക്കേണ്ടതില്ല. വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. ജാഹിലുകളുമായി ഏറ്റുമുട്ടേണ്ടി വന്നാൽ സമാധാനത്തിൻ്റെ വാക്ക് പറഞ്ഞ് സദസ്സൊഴിയണം. അതല്ലാതെ അവിടെ നിന്നുകൊണ്ട് അവരെക്കാൾ മോശമായി പ്രതികരിക്കുന്ന ആളുകളായി നിങ്ങൾ ഒരിക്കലും മാറാൻ പാടില്ല. അതുകൊണ്ടാണ് വഅലല്ലാഹി ഫലിയതവക്കലിൽ മുഅ്മിനൂൻ. ഈമാനുള്ളവർ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ, ബാക്കിയുള്ള കാര്യം റബ്ബിലേക്ക് വിടട്ടെ. എന്നാൽ മാന്യമായ സംവാദങ്ങളും കാര്യങ്ങളും വിശദീകരിച്ചു കൊടുക്കലുമാവട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത് പ്രവാചകന്മാരുടെ വാക്കുകളാണ്. അതിനുശേഷം ആ പ്രവാചകന്മാർ പറഞ്ഞത്, വമാലന, ഞങ്ങൾക്കെന്താണ്, അല്ലെങ്കിൽ എന്തുണ്ട് ന്യായം ഞങ്ങൾക്ക്? വമാലന അല്ലാ നതവക്കല അലല്ലാഹ്, ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാതിരിക്കാൻ, ഞങ്ങളുടെ തവക്കുൽ അള്ളാഹുവിൽ അല്ലാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തുണ്ട് ന്യായം? വഖദ് ഹദാന, അവൻ ഞങ്ങളെ വഴി നടത്തിയിരിക്കുന്നു, സുബുലന, ഞങ്ങളുടേതായ മാർഗങ്ങളിൽ. എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കണം. ഈ സത്യമാർഗത്തിലേക്ക് നമ്മെ നയിച്ചത് ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ ആർക്ക് വേണ്ടിയാണ്? പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിനെതിരിലും മുസ്ലിമീങ്ങൾക്കെതിരിലും ഉള്ള വിമർശനങ്ങൾ എക്കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ പലരും അസ്വസ്ഥമാകുന്നുണ്ടോ എന്ന് നാം സംശയിക്കുകയാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്ക് മുസ്ലിമീങ്ങൾ വല്ലാതെ അസ്വസ്ഥമാകുന്നോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സത്യവിശ്വാസം സ്വീകരിക്കാൻ നമ്മോട് പറഞ്ഞതാരാ? നമ്മുടെ റബ്ബാണ്. ഇസ്ലാം സ്വീകരിക്കാൻ നമ്മെ വിളിച്ചതാരാണ്? അള്ളാഹുവാണ്. നബിയെ അനുസരിക്കാൻ നമ്മളോട് പറഞ്ഞതാരാണ്? അള്ളാഹുവാണ്. സുന്നത്ത് പിൻപറ്റാൻ നമ്മോട് പറഞ്ഞതാരാണ്? അള്ളാഹുവാണ്. ഖുർആൻ അനുസരിക്കാൻ നമ്മോട് പറഞ്ഞതാരാണ്? അള്ളാഹുവാണ്. നമുക്കെല്ലാ വഴികളും കാണിച്ചു തന്ന ആരാണ്? അള്ളാഹുവാണ്. എങ്കിൽ ആ റബ്ബിൽ ഭരമേൽപ്പിക്കൂ. മറ്റു കാര്യം റഹ്മാനായ റബ്ബായിക്കൊള്ളും. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹ്. നിങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൂ, അവർക്ക് അള്ളാഹു മതി. ആരാണോ അള്ളാഹുവിൽ തവക്കലാക്കുന്നത് അവൻ അള്ളാഹു മതി. ഫഹുവ ഹസ്ബുഹ്, അള്ളാഹു മതി. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, തൻ്റെ അടിമക്ക് അള്ളാഹു പോരെ, നിങ്ങൾക്ക് അല്ല പോരെ? എന്തിനാണ് ഈ അസ്വസ്ഥത? തവക്കുലുള്ളവർക്ക് അസ്വസ്ഥതയില്ല. അതുകൊണ്ട് അമ്പിയാക്കൾ എന്തൊക്കെ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഉലുൽ അസ്മിൻ്റെ ആളുകളാണ്. പതറാതെ അടിയുറച്ചു നിന്നു. ഒരു പരിഹാസവും അവരെ ഇളക്കിയിട്ടില്ല. ഒരു കുത്തുവാക്കുകളും അവരെ തളർത്തിക്കളഞ്ഞിട്ടില്ല. മറിച്ച് ശക്തരായിരുന്നു. ഉലിൽ ഐദി വൽ അബ്സാർ എന്നാണ് ഖുർആൻ പറഞ്ഞത്. തൻ്റെ ഇടമുള്ളവർ, ഉൽ ഐദ് എന്ന് പറഞ്ഞാൽ നല്ല തൻ്റെ ഇടമുള്ളവരായിരുന്നു. വൽ അബ്സാർ, ഉൾക്കാഴ്ചയുള്ളവരും. അമ്പിയാക്കൾ ശക്തന്മാരായിരുന്നു, കരുത്തന്മാരായിരുന്നു. അതുകൊണ്ടാണ് അമ്പിയാക്കളൊക്കെ ചോദിച്ചു, വമാലന അല്ലാ നതവക്കല അലല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാതിരിക്കാൻ ഞങ്ങൾക്ക് എന്തുണ്ട് ന്യായം? ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഖദ് ഹദാന സുബുലന, ഈ നല്ല മാർഗത്തിലേക്ക്, ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് അള്ളാഹു ഞങ്ങളെ വഴി നടത്തിയിരിക്കുന്നു. പിന്നെ അമ്പിയാക്കൾ പറഞ്ഞത് എന്താണ്? ശരിക്കും ശ്രദ്ധിക്കുക. വലനസ്ബിറന്ന, ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. നോക്കൂ, ആ വേർഡ്സുകൾ നോക്കൂ. അള്ളാഹു പറഞ്ഞു തരികയാണ്. ഈ വാക്കുകളൊക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരികയാണ്. അമ്പിയാക്കൾ പറഞ്ഞ വാക്കുകളാണ്. ഞങ്ങൾ ക്ഷമിക്കുന്നല്ല. വലനസ്ബിറന്ന, ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. ഒരു നിലക്കും ക്ഷമകേട് കാണിക്കൂല, അസ്വസ്ഥരാവൂല,
ക്ഷമകേട് കാണിക്കൂല. വലനസ്ബിറന്ന, ഞങ്ങൾ ക്ഷമിക്കുക തന്നെ ചെയ്യും. ഏത് വിഷയത്തിൽ? അലാ മാ ആദൈതുമൂന. ആദാ യുദി ഈദാ എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക, ഉപദ്രവിക്കുക. നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കുന്നത് വാക്കുകൾ കൊണ്ട്, നോക്കുകൾ കൊണ്ട്, അവയവങ്ങൾ കൊണ്ട്, ശരീരം കൊണ്ട്, ആയുധങ്ങൾ കൊണ്ട് നിങ്ങൾ ഞങ്ങൾ ഉപദ്രവിക്കുന്നത്. അമ്പിയാക്കളെ അവർ ഉപദ്രവിച്ചു, ശാരീരികമായി, മാനസികമായി. ഭ്രാന്തന്മാരെന്ന് വിളിച്ചു. ഏറ്റവും ബുദ്ധിമാന്മാരായ ആ സമൂഹത്തിലെ മനുഷ്യരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. കവികളല്ലാത്തവരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ കവികളാണെന്ന് പറഞ്ഞു. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നവരാണെന്ന് പറഞ്ഞു. സാഹിറുകളാണ്. കാരണം ഏറ്റവും മോശമായ എല്ലാ സമൂഹവും കരുതിയവരാണ് സാഹിറുകൾ. പ്രവാചകന്മാരെ കുറിച്ച് പറയാണ്, സിഹിറിനെതിരെ സംസാരിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നത് നിങ്ങൾ തന്നെ സാഹിറുകളാണ്. മനുഷ്യരങ്ങനെയൊക്കെ പറയും, അങ്ങനെയൊക്കെ പറയും. അങ്ങനെ മാനസികമായി വേദനിപ്പിച്ചു, ശാരീരികമായി വേദനിപ്പിച്ചു, കല്ലെറിഞ്ഞു, പല നബിമാരെയും കൊന്നുകളഞ്ഞു. മഅദല്ലാഹ്. ധാരാളം നബിമാരെ നാട്ടിൽ നിന്ന് പുറത്താക്കി, ധാരാളം നബിമാരെ. അപ്പോഴൊക്കെ നബിമാർ പറഞ്ഞതെന്താ? മുർസലീങ്ങൾ പറഞ്ഞതെന്താണ്? അസ്വസ്ഥരായില്ല, അള്ളാഹുവിനെക്കുറിച്ച് വേണ്ടാത്തത് ചിന്തിച്ചില്ല, അള്ളാഹുവിനെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞില്ല. മറിച്ചു വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂന, നിങ്ങൾ ഞങ്ങളെ എന്തെല്ലാം നിലക്ക് ഉപദ്രവിക്കുന്നുണ്ടോ ഈ ഉപദ്രവങ്ങളിലൊക്കെ ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. വഅലല്ലാഹി, അള്ളാഹുവിൻ്റെ മേലാകട്ടെ, ഫലിയതവക്കലിൽ മുതവക്കിലൂൻ, ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കേണ്ടത്. തവക്കുൽ ചെയ്യുന്ന ആൾക്കാണ് മുതവക്കിൽ എന്ന് പറയാം. തവക്കുൽ ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ മേലാകട്ടെ ഭരമേൽപ്പിക്കുന്നത്. ഇവിടെ ഫിഅലിനെ മുന്തിച്ചുകൊണ്ടാണ് മഫ്ഊൽ വന്നത്. എന്തിനാണത്? മാത്രം എന്നുള്ള അർത്ഥം കിട്ടാനാണ്. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞതുപോലെ വഅലല്ലാഹി ഫലിയതവക്കലിൽ മുതവക്കിലൂൻ. ഫലിയതവക്കലിൽ മുതവക്കിലൂൻ അലല്ലാഹ് എന്നല്ല പറഞ്ഞത്, മറിച്ച് വഅലല്ലാഹി ഫലിയതവക്കലിൽ മുതവക്കിലൂൻ. അതിൻ്റെ ഉറപ്പിനെയും മാത്രം എന്ന അർത്ഥത്തെയും കാണിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഭരമേൽപ്പിക്കുന്നവർ അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്ഷമിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ എന്നെയും നിങ്ങളെയും ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നൊരു വിഷയം, നാമൊക്കെ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. നമുക്കൊക്കെ നമ്മുടെ നാടുകളുണ്ട്, നാടിന് വ്യത്യസ്തങ്ങളായ പശ്ചാത്തലങ്ങളുണ്ട്. സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം നമ്മുടെ നാടുകളിലൊക്കെ പല നിലക്കുണ്ട്, പല നിലക്കുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും തന്നെ നമ്മുടെ ചർച്ച ഭൂമിയിലെ ജീവിതത്തിൽ ഒതുങ്ങിപ്പോവരുത്. നമ്മുടെ ലക്ഷ്യം ഭൂമിയേ അല്ല, ഇവിടുത്തെ ജീവിതവുമല്ല. പലപ്പോഴും നമ്മുടെ ചർച്ചകളുടെ അതിപ്രസരം ദുനിയാവിൻ്റെത് മാത്രമായി പോകുന്നു. ഒരു പരലോകമാണ് നമ്മുടെ ജീവിത ലക്ഷ്യമെന്നും ഇവിടെ ആരും ശാശ്വതരല്ല എന്നും ഇവിടെ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് ഇങ്ങനെയൊക്കെ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി തന്നെയാണ് എന്നും ഇതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് പരലോകത്ത് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ സ്വർഗത്തിലാക്കാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മെ എത്തിക്കാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് ഭൂമിയിൽ നടക്കുന്നതെന്നും യഥാർത്ഥ ജീവിതം പരലോകത്താണെന്നും നമ്മളൊക്കെ പരലോകത്തേക്കുള്ളവരാണ് എന്ന ചിന്തയാണ് നമുക്ക് കൂടുതൽ ഉണ്ടാവേണ്ടത്. അസ്വസ്ഥതകളിൽ 99% അസ്വസ്ഥതയും ഇല്ലാതെയാവാൻ പരലോക ചിന്തയല്ലാതെ മറ്റൊന്നും മനുഷ്യനെ സഹായിക്കൂല. നേരെ മറിച്ച് ദുനിയാവ് ഇവിടുന്ന് പോകേണ്ടി വരുമോ, എനിക്കെൻ്റെ വീട് നഷ്ടപ്പെടുമോ, നാട് നഷ്ടപ്പെടുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യാ ഇബാദിയല്ലദീന ആമനു, ഈമാനുള്ള എൻ്റെ അടിമകളെ. അള്ളാഹു പറയാണ്, ഈമാനുള്ള എൻ്റെ അടിമകളെ, ഇന്ന അർളി വാസിഅ, എൻ്റെ ഭൂമി ഒരുപാട് വിശാലമാണ്, അത് ഏതെങ്കിലും ഒരു മണ്ണിൽ ഒതുങ്ങുന്നതേ അല്ല. ഫഇയ്യായ ഫഅ്ബുദൂൻ, അതുകൊണ്ട് എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് മുവഹിദുകളായി ജീവിക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുക്കൂ. അതല്ലാതെ ഏതെങ്കിലും ഒരു നാട്ടിൽ അള്ളിപ്പിടിച്ച് നിൽക്കുക, ഏതെങ്കിലും ഒരു വീട്ടിൽ തന്നെ മുറുക്കി പിടിച്ച് നിൽക്കുക, ഇതൊന്നും നമ്മുടെ ചിന്തയിലുള്ള വിഷയമേ അല്ല. നമ്മുടെ ചിന്ത ആഖിറമാണ്, പരലോകമാണ്. മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദ് സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ ഐഹിക ജീവിതമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു കുറവും വരുത്താതെ റബ്ബ് നിങ്ങൾക്കത് തരും. പക്ഷേ ഖിയാമത്ത് നാളിൽ അവർ നരകത്തിൽ കിടന്ന് നിന്ദ്യരായി എരിയേണ്ടി വരും. എന്നാൽ വമൻ അറാദൽ ആഖിറ,
പരലോകമാണ് നിങ്ങളുടെ ഇറാദത്തെങ്കിൽ, നിങ്ങളുടെ ലക്ഷ്യം പരലോകമാണെങ്കിൽ, വസഅലഹ സഅയഹ, അതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഫഉലൈക കാന സഅയുഹും മഷ്കൂറ, അവരുടെ സഅയിനെ അല്ലാഹു നന്ദിപൂർവ്വം സ്വീകരിക്കുന്നതാണ്. പരലോകം അതാണ് നമ്മുടെ ചിന്ത. ഖന്തക്ക് യുദ്ധത്തിൽ കിടങ്ങു കുഴിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പാടിയത് അതാണ്, അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ. അള്ളാഹുവേ, പരലോകത്തെ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല. ഭൗതികമായ സബബുകൾ അത് നമുക്ക് തേടാം, നമ്മോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അതൊക്കെ അസ്ബാബുകൾ മാത്രമാണെന്ന് കരുതണം. അതൊക്കെ വെറും ഒരു കാരണങ്ങൾ മാത്രമാണ്. ആ കാരണങ്ങൾക്കെല്ലാം അപ്പുറത്താണ് അള്ളാഹുവിൻ്റെ ഇടപെടൽ. കാരണങ്ങളുടെ സ്രഷ്ടാവ് അള്ളാഹുവാണ്, സാധ്യതകളുടെ സ്രഷ്ടാവ് അള്ളാഹുവാണ്. സകല മനുഷ്യരുടെയും നാസിയത്ത് റഹ്മാനായ റബ്ബിൻ്റെ കൈകളിലാണ്. എല്ലാവരുടെയും മകുടം പിടിക്കുന്നവൻ അള്ളാഹുവാണ്. ഓരോ മനുഷ്യൻ്റെ ഹൃദയത്തെയും മാറ്റിമറിക്കുന്നവൻ അള്ളാഹുവാണ് എന്ന ഉജ്ജ്വലമായ ബോധവും അപാരമായ തവക്കുലും മുസ്ലിമീങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് അവർക്ക് ഏറ്റവും ഹൈറായിട്ടുള്ളത്. അതുകൊണ്ട് അമ്പിയാക്കളുടെ വാക്കുകൾ നോക്കൂ നിങ്ങൾ. വലനസ്ബിറന്ന അലാ മാ ആദൈതുമൂന, നിങ്ങൾ എന്ത് ഉപദ്രവിച്ചാലും ശരി ഞങ്ങൾ ക്ഷമിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുതവക്കിലൂൻ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവർ റഹ്മാനായ റബ്ബിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കട്ടെ എന്നാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് തവക്കുൽ വിശ്വാസികളുടെ, ഈമാനുള്ള ആളുകളുടെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് തവക്കുലാണ്, ക്ഷമയാണ്. അതിലൂടെയാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാഹ്, ഈമാനുള്ളവരെ, നിങ്ങൾ ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടൂ. ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ട്, 5 വക്ത് നമസ്കാരം കൊണ്ട്, തൗഹീദ് കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടൂ എന്നാണ്. റബ്ബ് സഹായിക്കും. അള്ളാഹു അല്ലാതെ വേറെ ആരാണ് നമ്മെ സഹായിക്കാനുള്ളത്? പക്ഷെ നമ്മൾ എന്ത് വേണം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വല്ലാഹു യതവല്ല സ്വാലിഹീൻ, സാലിഹീങ്ങളുടെ കാര്യം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ഈ ഒരൊറ്റ വേർഡ് ശ്രദ്ധിച്ചാൽ മതി, വല്ലാഹു യതവല്ല സ്വാലിഹീൻ. സാലിഹീങ്ങളുടെ കാര്യം അള്ളാഹു ഏറ്റെടുക്കുന്നതാണ്. അള്ളാഹുവാണ് അവരുടെ വലിയ എന്നാണ് പറയുന്നത്. അള്ളാഹു നമ്മുടെ വലിയ ആയാൽ പിന്നെ നമ്മോട് ആർക്കെങ്കിലും യുദ്ധത്തിന് വരാൻ പറ്റുമോ? ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ എന്താ ഉള്ളത്? മൻ ആദാലി വലിയൻ വഫീ റിവായ മൻ ആദാലി വലയ്യൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ വലിയനോട് ആരെങ്കിലും എതിര് നിന്നാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹുവാണ്. ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു റബ്ബാണ് പറയുന്നത്, മൻ ആദാലി വലിയൻ, എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത പ്രഖ്യാപിച്ചാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നതാണ്. അല്ലാഹു ഏറ്റെടുക്കും. പക്ഷേ ഈ വലിയാണോ ഞാനും നിങ്ങളും എന്ന് ചിന്തിച്ചാൽ മതി. അള്ളാഹുവിൻ്റെ വലിയാവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യൂനുസിൽ പറയുന്നത് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, അലാ ഇന്ന ഔലിയാ അല്ലാഹ്, അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർ ഒന്നും പേടിക്കേണ്ടതില്ല, അവർ സങ്കടപ്പെടുകയും വേണ്ട, ഒരു സങ്കടവും വേണ്ട, ഒരു പേടിയും വേണ്ട. അള്ളാഹുവിൻ്റെ ഔലിയാക്കളായാൽ മതി. പക്ഷെ ആരാണ് ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ? അല്ലദീന ആമനു, തൗഹീദ് സ്വീകരിച്ചവരാണ്, വകാനൂ യത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുകയും ചെയ്തവരാണ്. ഇത് ശരിയാക്കിയാൽ മതി. പക്ഷെ ആളുകൾ ഇതല്ല റെഡിയാക്കുന്നത്, ബാക്കിയൊക്കെയാണ്. ബാക്കിയല്ല എന്തൊരു താല്പര്യമാണ് തൗഹീദ് പഠിക്കാൻ. ഈ താല്പര്യമുണ്ടോ? തൗഹീദ് പഠിക്കാൻ, അഖീദയുടെ ഉസൂലുകൾ പഠിക്കാൻ
എന്നാൽ അതല്ലാത്ത വിഷയം വരുമ്പോൾ ഇതിൻ്റെ ഫോമുകൾ പൂരിപ്പിക്കണം, അവിടെ ബന്ധപ്പെടുന്നു, ഇവിടെ ബന്ധപ്പെടുന്നു, ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകുന്നു, എല്ലാം ഉണ്ട്, എല്ലാം ശരിയാണ്. അതൊന്നും വേണ്ട എന്നല്ല പ്രിയപ്പെട്ടവരെ പറയുന്നത്, അതെല്ലാം വേണം. പക്ഷേ ഈ ഒരു കരുതൽ, എൻ്റെ റബ്ബിൻ്റെ സഹായം എനിക്ക് ലഭിച്ചാൽ എന്നെ തോൽപ്പിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ആ റബ്ബിൻ്റെ സഹായം ലഭിക്കാൻ ഞാൻ എൻ്റെ അഖീദ പരിശോധിച്ചു. ആ പേപ്പർ റെഡിയാണോ? തൗഹീദിൻ്റെ പേപ്പർ റെഡിയാണോ? തഖ്വയുടെ പേപ്പർ റെഡിയാണോ? അതിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുന്നില്ല. എന്നാൽ അള്ളാഹു പറയുന്നത് അല്ലദീന ആമനു വകാനു യത്തഖൂൻ, ഈമാൻ റെഡിയാണോ? തഖ്വയുണ്ടോ? ഒന്നും പേടിക്കണ്ട. വല്ലാഹു യതവല്ല സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കാര്യം റഹ്മാനായ റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനും നിങ്ങളും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കണം, അധ്വാനിക്കണം, പഠിക്കണം, നിരന്തരമായി ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്നെയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നത്, നമുക്ക് ഏറ്റവും വലിയ തഖ്സീർ പരിശുദ്ധ ഖുർആനിൻ്റെ പഠനത്തിലാണ്, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലാണ്. നിരന്തരം ഖുർആനുമായി ബന്ധം പുലർത്തുന്ന ഒരാൾ സത്യത്തിൽ ബന്ധം പുലർത്തുന്നത് റബ്ബുമായിട്ടാണ്. സഹീഹായ ഹദീസിൽ വന്നത് ഈ ഖുർആൻ ഒരു കയറാണ്. ഹബ്ലുല്ലാഹിൽ മംദൂദ് മിനസ് സമാഇ ഇലൽ അർദ്, ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് പടച്ചറ വിട്ടു തന്ന കയറാണ് ഖുർആൻ. ഇതിനാരാണോ മുറുകെ പിടിക്കുന്നത് അവർ റഹ്മാനായ റബ്ബ് വിട്ടുകളയൂല. ആ കയറിൻ്റെ ഒരറ്റം അള്ളാൻ്റെ കയ്യിലാണ്. റഹ്മാനായ റബ്ബ് നമ്മളെ വിട്ടുകളയൂല. പക്ഷേ ഇതിങ്ങനെ മുറുകെ പിടിക്കണം. മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോകുന്നവന് കിട്ടുന്ന കയറിൽ അവൻ എങ്ങനെയാണോ മുറുകെ പിടിക്കുന്നത്, അതിനേക്കാൾ ശക്തമായി ഖുർആനിനെ മുറുകെ പിടിച്ച് നിരന്തരം ഖുർആനിലെ അധ്യായങ്ങൾ ഇങ്ങനെ മറച്ച് വായിച്ച് അതിൻ്റെ തഫ്സീറുകൾ കേട്ട് പഠിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഇൻഷാ അള്ളാഹ് ഒരിക്കലും അസ്വസ്ഥനാവുകയില്ല, ഒരിക്കലും സങ്കടപ്പെടുകയില്ല, ഒരിക്കലും ഭയപ്പെടുകയില്ല. അതുകൊണ്ട് മരണം വരെ ഖുർആനിൻ്റെ പഠിതാക്കളാവുക, മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക. ഖുർആൻ പഠിക്കാൻ എല്ലാവരോടും പറയൂ, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എല്ലാവരോടും പറയൂ, തൗഹീദ് മനസ്സിലാക്കാൻ എല്ലാവരോടും പറയൂ. നാം സമൂഹത്തിന് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക ക്ഷേമ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ തൗഹീദിനെക്കുറിച്ചും ഖുർആനിനെക്കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കലാണ്, റബ്ബിലേക്ക് ക്ഷണിക്കലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിച്ചു പോകുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഇരുലോകത്തും അള്ളാഹു നമുക്ക് ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. ഖബറിലെ ശിക്ഷയിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണം വരെ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളായിരിക്കാൻ റഹ്മാനായ റബ്ബ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ ഖുർആൻ പഠനത്തിൻ്റെ ബറക്കത്ത് നമ്മുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. ഈ ഖുർആൻ കൊണ്ട് കൺകുളിർമ നേടിയെടുക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൽ അടിയുറച്ചു നിൽക്കാൻ റഹ്മാനായ റബ്ബ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇസ്ലാമിനെതിരിലും മുസ്ലിമീങ്ങൾക്കെതിരിലും എല്ലാ നിലക്കും കുതന്ത്രങ്ങൾ മെനയുന്ന ആളുകളുടെ കുതന്ത്രങ്ങളെ അള്ളാഹു പരാജയപ്പെടുത്തട്ടെ. അത് അള്ളാഹു അവരിലേക്ക് തന്നെ തിരിച്ചുവിടുമാറാകട്ടെ. മുസ്ലിമീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. രാജ്യത്തിൻ്റെ നാനാഭാഗങ്ങളിലും പരീക്ഷണങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിമീങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കട്ടെ. കടങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും പട്ടിണി കൊണ്ടും മറ്റു പ്രയാസങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ആളുകളുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കൊടുക്കട്ടെ. നമ്മുടെ ബന്ധുമിത്രാദികളിൽ നിന്നും മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. സ്വർഗ്ഗലോകത്തിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇതേപോലെ മുഖാമുഖമിരുന്ന് സംസാരിക്കാനുള്ള മഹത്തായ ഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.